इंग्लैंड का दिल फिर से टूटेगा जब वो टकराएंगे टीम इंडिया के धुरंधरों से। 1 जुलाई से देखिए सोनी स्पोर्ट्स नेटवर्क के टीवी चैनल्स पर। എല്ലാവരും നേരത്തെ എന്താ അവരെല്ലാവരും വന്നിട്ടുണ്ട് എന്തായാലും. Team 1, hold your positions. Roger, sir. Team 2 in position. Eyes on target. Target lock. വരൂ വരൂ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനാവില്ല സർതാജ്. ഇതൊരു കല്യാണ വീടാണ്. ഇവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. ഇത് ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ ആണ്. നിങ്ങളുടെ വീട്ടിൽ ചില തീവ്രവാദികൾ ഒളിവിൽ താമസിക്കുന്നതായി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ വീടിന് ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ കീഴടങ്ങുക അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു മാർഗവും അവശേഷിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ അപായം വരെ സംഭവിച്ചേക്കാം. അത് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ബിലാവൽ, അല്ല ചേട്ടൻ എന്താ തോന്നുന്നേ? നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന രക്ഷപ്പെടുമെന്ന? എന്നാ പോയാലോ? ഇത് ഞങ്ങൾ നിങ്ങൾക്കായി തരുന്ന അവസാനത്തെ വാർണിംഗ് ആണ്. Positions. Bullshit. Mukesh, lock the angle.
സാർ ഇത് ബിലാബലാണല്ലോ. ഇതിനെയാണ് പറയുന്നത് ഗോൾഡൻ ജാക്ക്പോട്ട്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ദേശവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഒന്നാണിത്. ഇയാൾ പിടികിട്ടാപ്പുള്ളികളായ തീവ്രവാദികളിൽ ഒരാളാണ്. ബിലാവൽ ഗോക്കർണ ബന്ദുറ എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് ഇവർ ഒളിവിൽ താമസിച്ചിരുന്നത്. കശ്മീരിലെ ബന്ദൂര ഗ്രാമത്തിൽ സുരക്ഷാ സൈനികരാൽ വധിക്കപ്പെട്ട വലിയൊരു തീവ്രവാദി സംഘടനയുടെ ചീഫ് കമാൻഡറാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. നമസ്കാരം. വാലൈക്കും അസ്സലാം. നമ്രത ജോഷി. അതെ. വളരെ വേഗതയേറിയ റിപ്പോർട്ടർ. മോശമാണ്. ഇന്ന് കാശ്മീരിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അത് വളരെ ദയനീയവുമാണ്. ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ ഹുക്കുംറാമിനെ അറിയിക്കുന്നതിന് വേണ്ടി റോഡിലേക്ക് ഇറങ്ങേണ്ടതായി വരും. ഇത്രയും കഷ്ടപ്പാടുകൾക്ക് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായതെന്താന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ പട്ടാളക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അതിനുള്ള പോരാട്ടമാണ്. അഥവാ ഹുക്കുംറാൻ ഞങ്ങളുടെ തലയിൽ തോക്കു ചൂണ്ടി ഈ മിഷൻ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതയാൾ കാണിക്കുന്ന വലിയ വിഡ്ഢിത്തരമായിരിക്കും. കാരണം ഞങ്ങളിത് നിർത്തുന്നതുവരെ കാശ്മീരിലെ ജനങ്ങൾക്കാർക്കും സ്വാതന്ത്ര്യം കിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞ ജെയ്ഷെ മുഹമ്മദ്. മറ്റുള്ളവർ വിശ്വസിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിന് മുകളിൽ ISIയുടെ... ഞങ്ങൾ അല്ലാഹുവിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. കാരണം എല്ലാ മുസൽമാന്മാരും ഞങ്ങളുടെ ലക്ഷ്യത്തെ അനുകൂലിക്കുന്നവരാണ്. മാത്രമല്ല, ഈ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ മുസൽമാന്മാരും അങ്ങയുടെ കൂടെയാണെന്ന് വിശ്വസിക്കാനുള്ള കാരണം? കൂടാതെ തീവ്രവാദം വ്യാപിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യം പൂർണ്ണമാകൂ? കാശ്മീരിലെ ഹിന്ദുസ്ഥാൻ സൈനികരെ ഈ മണ്ണിൽ നിന്ന് മുഴുവനായി തുടച്ചു മാറ്റുന്നതിലൂടെ മാത്രമേ ഞങ്ങളുടെ ലക്ഷ്യം പൂർണ്ണമാവൂ. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഹിന്ദുസ്ഥാൻ സൈനികരെ കീഴ്പ്പെടുത്തുന്നത് അത്ര എളുപ്പമാണെന്ന്? അഥവാ നിങ്ങളുടെ സൈന്യം ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ കൊന്നുകഴിഞ്ഞാൽ
ഞങ്ങൾ ഹിന്ദുസ്ഥാനിലെ 100 സൈനികരെയെങ്കിലും കൊന്നൊടുക്കും. മാത്രമല്ല, ഞങ്ങൾക്കൊപ്പം ഹിന്ദുസ്ഥാൻ സൈനികരെ നേരിടാൻ അള്ളാഹുവിന്റെ കൃപയും ഉണ്ടാകും. അതായത് നിങ്ങൾ അതെ, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദേതന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. മോർണിംഗ് ശൈലേഷ്, ഇറങ്ങുന്നേ. കോളേജ് തൊട്ട് ഇന്ന് വരെ ദിവസവും രാവിലെ നീ ദാ ഇങ്ങനെ പൂളിന്റെ മൂലേ വന്നിരിക്കും. എന്നെ കണ്ടു പഠിക്ക്, എനിക്ക് നീന്താൻ കഴിയും. വെള്ളം വളരെ നല്ലതാ. എന്തു പറ്റി? കഴിഞ്ഞ ജന്മത്തിൽ വെള്ളവും നീ തമ്മിൽ എന്തെങ്കിലും ശത്രുത ഉണ്ടായിരുന്നോ? എടാ, നീ നിന്റെ ബ്യൂറോക്രസിയുടെ കാര്യങ്ങൾ ഇവിടെ വിളമ്പായിരിക്കുന്ന ഏറ്റവും നല്ലത്. രാത്രി ഉറങ്ങിയില്ലേ? എടാ, നിനക്ക് എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നു നിന്റെ കൈകൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുമ്പോൾ? എന്താ നിന്റെ പ്രശ്നം? PM-ന്റെ കണ്ണിലുണ്ണിയല്ലേ, എന്തു വേണേലും നടത്തി തരില്ലേ? കാരണം എൻ്റെ അവസ്ഥ അതാണ്. എന്ത് ചെയ്യാനാ, ഈ ഡെമോക്രസിയിൽ നിന്നെ പോലുള്ള ബ്യൂറോക്രാറ്റുകളെ കൂടെ കൂട്ടേണ്ടത് ഞങ്ങളുടെ ആവശ്യമായി പോയില്ലേ? ഇതിങ്ങനെ അരിശം കൊള്ളേണ്ട സമയമല്ല. തലയിൽ ചുമതലകൾ ഒരുപാടായി പോയില്ലേ? സുനിത മാഡത്തിന്റെ UN ട്രിപ്പ് വേറെ. ശാന്തനാവൂ സുഹൃത്തെ. ദാദാ, ഈ പറഞ്ഞാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെയാ? നമ്മുടെ ഈ സഹതാപം തന്നെയാണ് ആളുകൾ ബലഹീനമായി കാണുന്നത്. അതെന്താണെന്നറിയോ? അതായത് എന്താ ഇപ്പൊ പറയാ, നീ ഒരു ഒറ്റബുദ്ധിക്കാരനാ. നിന്റെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനേ ഉണ്ടാവാറുള്ളൂ. നമ്മളിവിടെ പീസ് ടോസിന് വേണ്ടി പുതിയ ചാനൽ തുറക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ദിവസവും നീ രാവിലെ പറയാൻ വരുന്ന കാര്യങ്ങളാണെങ്കിലോ അഡീഷണൽ സ്പെഷ്യൽ ഫോഴ്സ് വേണം അത്രേ കാശ്മീരിന് വേണ്ടി. നിങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളുടെ മനസ്സ് നഷ്ടപ്പെടുത്തിയോ? ആദ്യം നമ്മളതിനെ കർഫ്യൂ വയ്ക്കും, പിന്നെ നമ്മളായിട്ട് മാറ്റും. ഇപ്പോൾ വഴിയിൽ കൂടെ പോകുന്നവന്മാരാ കർഫ്യൂ വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. ഇവരൊക്കെ എന്ത് വിഡ്ഢിത്തോ കാണിക്കുന്നേ? അവർക്കിതൊക്കെ തമാശയാണെന്നേ. ഇതൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്? 50 ദിവസത്തെ കർഫ്യൂ ആയി കാശ്മീരിൽ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? സമാധാനത്തെ സ്നേഹിക്കുന്നവരെ യുദ്ധത്തെ സ്നേഹിക്കുന്നവരെ പോലെ ഫലപ്രദമായി സംഘടിപ്പിക്കാൻ കഴിയണം. അതെ, ഇത് എവിടുന്ന് കിട്ടി? മാർട്ടിൻ ലൂതർ കിങ്. സംഭവം കൊള്ളാം, പക്ഷേ ഒരു പ്രശ്നമുണ്ടറിയോ? നമ്മൾ ഈ യുദ്ധം ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് കൂട്ട് സത്യമാണ്, യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഹായ് ക്യൂരി ബൈ, ഹൗ ആർ യു? നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് ഒരിക്കലും വരണ്ട. നിങ്ങൾ എന്റെ കൈ കിട്ടിയാണല്ലോ, ആ നാക്ക് ഞാൻ പിഴുതെടുക്കും. അതിനുശേഷം ആ കണ്ണ് ഇങ്ങോട്ട് വന്നേക്ക്, ഞാൻ വെച്ചിട്ടുണ്ട്. നീ എന്തിനാ ബേബി ഇങ്ങനെ ചാടി കടിക്കുന്നേ? നോക്കിക്കോ, നിന്നെ പോലെ വയലന്റ് ആയിരിക്കും നമ്മുടെ മോളും. ബൈ ദ വേ, ഹൗ ഈസ് യുവർ ഏഞ്ചൽ? നല്ല ഉറക്കത്തില. എന്താ കാണണോ? സോ ക്യൂട്ട്. ക്യാമറ ഒന്ന് തിരിക്ക്, ഞാനൊന്ന് കാണട്ടെ. എന്തിനാ? കാണാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ വീട്ടിലോട്ട് വാ പ്ലീസ്. ഒന്ന് കാണിക്കുന്നേ. എന്നാ പിന്നെ കണ്ണാടിയിലോട്ട് നോക്കിയാ മതി. ശരിക്കും നിങ്ങളുടെ കാർബൺ കോപ്പി അവള്. Say hi to daddy. ഇവിളി ശരിക്കും നിന്റെ കാർബൺ കോപ്പിയാ, എന്റെ അല്ല. അങ്ങനെയാണോ? കൊള്ളാലോ. പക്ഷേ ബുദ്ധി എന്റേതുപോലെ ആയിരിക്കും അല്ലേ? അങ്ങനെ അല്ലാതെ വരില്ലല്ലോ. എന്നാ പിന്നെ അച്ഛനും മോളും എന്നെ വിട്ട് അങ്ങ് ആർമിയിലേക്ക് പൊക്കോ. ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം. ആശംസകൾ സർ. താങ്ക് യു. പക്ഷെ വണ്ടി നിർത്തി എന്തിനാ? ജയ് ഹിന്ദ് സർ. ജയ് ഹിന്ദ്. റോഡ് ബ്ലോക്ക് ആണ് സർ. എന്ത് പറ്റി? ഇതിവിടെ എപ്പോ വന്നു? ഏകദേശം ഒരു 4-5 മണിക്കൂറായി. ഗുഡ് ആഫ്റ്റർനൂൺ സർ.
കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നന്നായി തന്നെ നീങ്ങുന്നില്ലേ മേജർ ഗൗതം? കാര്യങ്ങളുടെ പോക്ക് അല്പം പന്തികേടിലാണ് സർ. പന്തികേടോ? അതെന്താ? ബാരാമുള്ളയും ബ്ലോക്ക് ചെയ്തിരിക്കുക. എനിക്ക് GOC ഒന്ന് ലൈനിൽ കിട്ടുമോ? ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നവരെ താൻ അവിടെ തന്നെ നിൽക്കേ. സർ, ബാരാമുള്ളയിലുണ്ട്. എത്ര പേരുണ്ട്? ഒരു 10-40 പേര് കാണും. കോൺവേയിൽ ഒരു ജിപ്സി ഉണ്ട്, 2 3 ടണ്ണറും. സൈനികരോട് അവിടെ നിന്ന് മടങ്ങി വരാൻ പറയൂ. നമ്മൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഇനിയൊരു ഏറ്റുമുട്ടലുണ്ടാവാൻ സമ്മതിക്കരുത്. സർ, വളരെ വിനീതമായൊരു കാര്യം പറയട്ടെ. അഥവാ നമ്മൾ ഇന്ന് ആർമി കോൺവോയി അവിടെ നിന്ന് മടക്കിയാൽ നാളെ ഒരു പക്ഷേ നമ്മുടെ കാശ്മീരിലെ മൂവ്മെൻറ്റ്സ് എല്ലാം നിശ്ചലമാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു തെറ്റായ സന്ദേശമായിരിക്കും സർ. അത് ശത്രുവിൻ്റെ വിജയമായിരിക്കും. ശൈലേഷ്, ഇനി ടിയർ ഗ്യാസ് കൊണ്ടോ പെല്ലറ്റ് ഗണ്ണ് കൊണ്ടോ കാര്യമില്ല. ഇതേപോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും കഴിയില്ല. അത് സ്ഥിതി കൂടുതൽ വഷളാക്കും. സർ ബർട്ട്, ആർമിയുടെ മൂവ്മെന്റ് നിർത്തുന്നത് നമ്മൾ മറ്റൊരു തെറ്റ് ചെയ്യുന്ന പോലെയാവും. സതീഷ്, പട്ടാളക്കാരുടെ നീക്കമനുസരിച്ചായിരിക്കും ഓപ്പറേഷണൽ തീരുമാനം. ഞാനത് നിങ്ങളെ ഏൽപ്പിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്തെങ്കിലും സംഭവിച്ചാൽ PM-നോട് എൻ്റെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും ഉണ്ടാകില്ല. മാത്രമല്ല, നമ്മൾ കാശ്മീരിലെ ഭരണകക്ഷി എന്ന കാര്യവും മറക്കരുത്. ഏതൊരു ഭരണകക്ഷിയുടെയും നിലനിൽപ്പ് തന്നെ അവിടുത്തെ ജനങ്ങളുടെ പിൻബലത്തിലാണുള്ളത്. നിങ്ങളുടെ കമ്പനി എത്ര ദൂരം പിന്നില്ല? സർ, കമ്പനി ഒരു 8 കിലോമീറ്റർ പുറകിലാണ്. ഇവിടുന്ന് ഒറീസയിലേക്ക് 20 കിലോമീറ്റർ. ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഡിഫൻസ് സെക്രട്ടറി നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. നിങ്ങളാണ് ഗൗതം അവിടുത്തെ ശക്തി. വേണ്ട പോലെ കൈകാര്യം ചെയ്യേ. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇത് നമ്മുടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തുന്ന പോരാട്ടമാണ്. Got it, sir. I'll be careful. All the best. ജയ് ഹിന്ദ്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. അവന് 15 വയസ്സായിട്ടേ ഉള്ളൂ. ഈ പണം നിങ്ങൾ ദൈവത്തെ ഓർത്ത് തിരികെ വാങ്ങിക്കണം. ഞങ്ങൾക്കൊന്നും തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ മകൻ സുഹൈലാണ് ഇതിലേക്ക് മറ്റുള്ളവരെയും കൊണ്ടുവന്നത്. ലക്ഷ്യമോ തീവ്രവാദിയാവണം. ഞാനും സഹായിച്ചു. ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുത്തു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. ബോർഡറിലേക്ക് അയക്കേണ്ട സമയമായി. പിന്നീട് അവൻ്റെ മനസ്സ് പതിയെ മാറാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും വളരെയധികം വൈകിപ്പോയിരുന്നു. നിങ്ങളുടെ മൂത്ത മകൻ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിരുന്നു. ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകണം.
നിങ്ങൾക്ക് മാപ്പ് നൽകാൻ ഈ ഞാനാരാണ്? ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതുമെല്ലാം അല്ലാഹുവാണ്. വഹാബ്, ഇവരുടെ ഇളയ മകനെ വിളിക്കൂ. സുഹേൽ, ഈ കാര്യത്തിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? നിങ്ങളുടെ മൂത്ത മകൻ കാശ്മീരിനെതിരെ പ്രവർത്തിച്ച് ജീവൻ ബലി കൊടുത്തു. അള്ളാഹുവിൻ്റെ കൃപയുണ്ടെങ്കിൽ ഇളയ മകൻ ജീവൻ ബലി കൊടുക്കാതെ വിജയിച്ചു വരും. നിങ്ങൾ ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിർത്തിയിട്ട് സന്തോഷമായിരിക്കെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്റെ മോനെ, അവന്റെ മനസ്സും ശരീരവും പഴയതിനേക്കാൾ ദൃഢമാണ്. അവന്റെ കർത്തവ്യം അവൻ സ്വയം തിരിച്ചറിഞ്ഞിരിക്കുന്നു. വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. വാ മോനെ, പോവാം നമുക്ക്. വാ. വഹാബ്, ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിച്ചാൽ പിന്നെ ഒന്നും നമ്മുടെ മുന്നിൽ വിലങ്ങുതടിയാവില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? സുഹൈൽ, എന്താ മോനെ നീ ചെയ്യുന്നത്? നിനക്ക് എന്താ മോനെ പറ്റിയത്? നിനക്ക് എന്താ മോനെ പറ്റിയത്? നീ എന്താ ഈ ചെയ്യുന്നത്? സുഹൈൽ, സുഹേൽ, അരുത് മോനെ. ഉമ്മയൊന്ന് നോക്കും മോനെ. നാരെ തക്ബീർ! അല്ലാഹു അക്ബർ! മനസ്സ് കല്ലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. നാളെ അള്ളാഹുവിന്റെ കൃപ കൊണ്ട് ഇവന്റെ പേര് ചരിത്രത്തിൽ കുറിക്കപ്പെടും. ഇനി ഇവൻ പോരാളിയാണ്. സുഹൈലേ, എന്റെ മോനെ. സുഹൈലേ, മോനെ, എന്റെ മോനെ. എന്റെ പൊന്നളിയ, എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയേ. സുഖല്ലേ നിനക്ക്? ഗുഡ് ടു സീ യു. എങ്ങനെ പോകുന്നു? ഗുഡ്. ഹൗ ആർ യു? സുഖം. കണ്ടിട്ട് കുറെ ആയില്ലേ? ഒരു യാത്ര പോയോ? എനി ടൈം. എന്നാ വാ. ലെറ്റ്സ് ഗോ. വാ. കൊള്ളാലോ സർ. ഇവിടുന്ന് പോയതുപോലെ തന്നെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഐ എം ഇംപ്രസ്ഡ്. എടാ, നീ വരുന്ന സന്തോഷത്തിലെ 200 പേർക്ക് ഒരു വലിയ സദ്യനെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ. താങ്ക് യു. ഭൈരോൺ സിംഗ്, ക്യാൻറ്റീൻ ഇൻവെന്ററി, അക്കൗണ്ട് യൂണിറ്റ്, മെഡിക്കൽ സപ്ലൈസ് നാളെ ഒന്ന് ടേക്ക് ഓവർ ചെയ്തേക്ക്. ശരി സാർ. MT-യിൽ എത്ര വണ്ടിയാണ് ഉള്ളത്? പിന്നെ അതിന്റെ കണ്ടീഷൻ എന്താ? ജീപ്സ്, ട്രക്സ്, പിന്നെ ആംബുലൻസ് ഉണ്ട് സാർ. എല്ലാത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കണം സാർ. സൂദ്, ഈ ടെന്റ് ആ ഫെൻസിന്റെ വളരെ അടുത്തല്ലേ? നിങ്ങൾ സൈന്യത്തിലാണോ ബ്രോ? നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? ബൈരോൺ സിംഗ്, ഈ സ്ഥലം മുഴുവൻ വൃത്തിയാക്കണം. ആ ബ്രോ, പറയൂ. എപ്പോൾ മുതലാ? ശരി, ഞാൻ വരുന്നു. നമുക്കൊരു സ്ഥലം വരെ പോകണം. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തു പറ്റി? അബ്ദുൽ അൻസാരി, ex JEM, നമ്മുടെ കൂടെ 1 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 4 ഓപ്പറേഷൻ അയലകർ നമ്മൾ വിജയിച്ചത്.
48 മണിക്കൂറായി അയാളെ കാണാനില്ല. പോകാൻ തയ്യാറായിക്കോളൂ. ശരി സാർ. നമ്മുടെ അബ്ദുളിൻ്റെ കാര്യം എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ പ്രാവശ്യം അയച്ചവരുടെ കൂട്ടത്തിൽ അവനും ഉണ്ടായിരുന്നു. അവൻ കാരണം നമ്മുടെ 4 ആൾക്കാരാണ് പോയത്. ഞങ്ങൾ അവസാനമായി നിന്നോട് ചോദിക്കണം, എന്താ നിന്റെ തീരുമാനം? പറ. അള്ളാഹു നിന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളില്ല. അങ്ങ് സ്വർഗത്തിൽ നിന്നെപ്പോലുള്ള ചതിയന്മാർക്ക് അള്ളാഹു ഒരു സ്ഥാനവും തരില്ല. ചതിയൻ ഞാനല്ല, ആ പേര് നിങ്ങൾക്ക് ചേരൂ. ഇതെല്ലാം പടച്ചോൻ കാണുന്നുണ്ട്. ഇതിനുള്ള ശിക്ഷ പടച്ചോൻ തന്നെ നേരിട്ട് നിങ്ങൾക്ക് തരും. ഞാൻ ജനിച്ചു വിടർന്ന മണ്ണായത്. ഈ മണ്ണിന് വേണ്ടി മരിക്കേണ്ടി വന്നാ അതിന് സന്തോഷമേ ഉള്ളൂ. ഭൂമിയിൽ ജനിച്ചാൽ നമുക്കെല്ലാവർക്കും ഒരിക്കൽ മരിക്കേണ്ടി വരും. അതുപോലെ നിന്റെ ഊഴം അതിന്നാണ് അബ്ദുള്ള. സുഹേൽ, അല്ലാഹുവിന് നന്ദി. ഇതൊരു നല്ല തുടക്കമാണ്. ഇനി കൈവിറക്കില്ല. അല്ലാഹ് ആശംസകൾ. അയാൾ വിട്ടുവീഴ്ച ചെയ്തു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് സാധിക്കും സാർ. സാർ, ഞങ്ങൾക്ക് ഇന്നത്തെ രാത്രിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. 4 തീവ്രവാദികളുടെ സംഘം ഇവിടെ നിന്ന് നുഴഞ്ഞു കയറും. ദാ ഇവിടുന്ന്. അതിനയാൾ തയ്യാറായെങ്കിൽ അവരുടെ പദ്ധതികൾക്ക് മാറ്റം വന്നിട്ടുണ്ടാവാം. അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ആരാണെങ്കിലും നമ്മൾ തയ്യാറായിരിക്കണം. ഞങ്ങൾ റെഡിയാണ് സാർ. സാർ, ഞാനൊരു ടീമിനെ നയിക്കും. അവരെയൊക്കെ ഇവിടെ നിർത്തും. ഉറിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ആചാര വെടിയുണ്ടാവും. തീർച്ചയായും സാർ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. ഞാനും വരാം. എൻ്റെ അളിയ, നീ റിലാക്സ് ചെയ്യുന്നേ. നീ വന്നിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ആഘോഷിച്ചില്ലല്ലോ. നീ എൻ്റെ ഡ്രിങ്ക് റെഡിയാക്കി വെച്ചേക്ക്. പോട്ടെ. കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. അതെ, ഞാനും അതെ. അതെ വല്യച്ഛൻ്റെ പേരെന്താ? എൻ്റെ പേര് ഇസ്മായിൽ ഫൈസ്. വല്യച്ഛൻ ഇവിടെ പുല്ലരിയുന്ന ജോലിയല്ലേ ചെയ്യുന്നേ? അതെ സാർ. ഒരു കാര്യം പറയട്ടെ, ഇവിടുത്തെ പുല്ലുകളൊക്കെ നാളത്തെ ഫംഗ്ഷന് മുമ്പ് തന്നെ അരിഞ്ഞു മാറ്റണം കേട്ടോ. ശരി സാർ. പിന്നെ ഒരു കാര്യം, ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ ഒരാളെ സഹായത്തിന് വിളിച്ച് നിർത്തിക്കോ. ശരി സാർ. പിന്നെ ഒരു കാര്യം, നാളെ സെക്യൂരിറ്റിയോട് പറഞ്ഞേക്ക്. മിക്കവാറും അയാളുടെ കൂടെ സഹായത്തിനായി നാളെ 2 പേരും കൂടെ കാണുമെന്ന്. ഓക്കെ സാർ. കാരണം അയാളെ കൊണ്ട് അത് ഒറ്റയ്ക്ക് പറ്റത്തില്ല. 2 പേര് സഹായത്തിനുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഹക്കം, സുഹേൽ, അസദ്, സർബാസ്, എല്ലാവർക്കും സുഖമല്ലേ? ആക്രമണത്തിൽ ഒരുപാട് മുജാഹിദുകൾ രക്തസാക്ഷിയായെന്ന് ഹസൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു.
ഇപ്പോൾ സമയമായി. ഇത് കാശ്മീരിനെ കൈപ്പിടിയിലാക്കാനുള്ള സുവർണ അവസരമായി കണക്കാക്കാം. കാശ്മീരിൻ്റെ ശക്തി അവിടുത്തെ ജനങ്ങളാണ്. ഇപ്പോൾ അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ യുദ്ധത്തിന് നിങ്ങൾ തയ്യാറാണോ? എന്താ, തയ്യാറല്ലേ? വരൂ, എല്ലാം തയ്യാറാക്കി വെക്കാം. ഇവരെ 2 ഗ്രൂപ്പുകളായി തിരിക്കണം. ഒരു വശത്ത് 4 പേര് വേണം, മറുവശത്തായിട്ട് 4 സീനിയേഴ്സ്. നാളെ ഞാൻ എന്തായാലും ഉണ്ടാവില്ല. ഇതാദ്യമായിട്ടാണ്. ആ സൈന്യത്തെ അവർക്ക് തിരിച്ചറിയാം. കാരണം സാൻ, ജയ്സാൻ, ഇവരെയെല്ലാം അവർക്കറിയാം. നമ്മുടെ ലക്ഷ്യം അറിയാലോ. ബ്രാവോൻ ചാർലി ടീം റെഡി എനിക്ക്. ഓൺ യുവർ 6. ഇവിടെ എന്തോ ആക്ടിവിറ്റി ഉണ്ട് സർ. ഷേർഖാൻ, ആ 6 പേരെ നിരീക്ഷിക്കൂ. അവരുടെ പ്രവൃത്തിയും കിഴക്കോട്ട് നീങ്ങും. 200 മീറ്റർ കിഴക്കോട്ട്. ലക്ഷ്യസ്ഥാനം മാറ്റിക്കോളൂ. റോജർ, മൂവ്. നിൽക്കൂ. അവതാർ സിംഗ്, ബൈനോക്കുലർ. ഞാനൊരു ചലനം കാണുന്നു. ബോയ്സ്, റെഡി എനിക്ക്. അബ്ദുൾ പറഞ്ഞതനുസരിച്ച് ഇനി 3 പേരെ കൂടി കാണാനുണ്ട്. അതാ അവർ വരുന്നുണ്ട്. ബോയ്സ്, ആദ്യത്തെ ഊഴം എന്റേതാണ്. അവതാർ സിംഗ്, നീയാണ് 2ാമത്. ശങ്കർ, നീ 3ാമത് പോകണം. യെസ് സർ. ഉമർ, 4ാമത്തെ നീയാ. ശരി സർ. ഓൺ മൈ കൗണ്ട്. 3, 2, 1. മിഷൻ സ്റ്റേറ്റസ്: 4 പേര് കൊല്ലപ്പെട്ടു. ഐ റിപ്പീറ്റ്, 4 പേര് കൊല്ലപ്പെട്ടു. ഗുഡ് ജോബ്. താങ്ക് യു സർ. ബേസിലേക്ക് മടങ്ങും. ഇനി അല്പനേരം വിശ്രമിക്കൂ. ചിലപ്പോ അവരുടെ ചിന്താഗതി വെച്ച് ഞങ്ങളുടെ തലയിൽ തോക്ക് ചൂണ്ടി തടസ്സമാവുകയാണെങ്കിൽ അത് അയാൾ കാണിക്കുന്ന വലിയ വെട്ടിത്തമായിരിക്കും. എന്ത് പറ്റി നമ്രത? നീ എന്താ ആലോചിക്കുന്നേ? കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്ത പോലെ. അബു ഹാഫിസിനെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? അതോ ഇപ്പോ? അയാൾ പറയുന്നത് ജനങ്ങൾ അറിയാൻ അയാൾ ആഗ്രഹിക്കുന്നു. പിന്നെ ഇന്നിപ്പോൾ എല്ലാവർക്കും പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടല്ലോ. അതിപ്പോൾ ഒരു തീവ്രവാദ സംഘടനയാണെങ്കിൽ പോലും, അല്ലേ? പക്ഷെ അയാളുടെ സംസാരശൈലി കേട്ടുകഴിഞ്ഞാൽ ഇന്റർവ്യൂവിനേക്കാൾ കൂടുതൽ ഭീഷണിയാ അതില്. തീവ്രവാദികളല്ലെങ്കിലും ദിവസവും ഭീഷണിപ്പെടുത്താറുണ്ടല്ലോ. അതൊരു സ്ഥിരം പണിയാ. അതിശയിക്കാനൊന്നുമില്ല. ഞങ്ങൾ അല്ലാഹുവിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. പെട്ടെന്നുള്ളൊരു ഭീഷണിയുടെ സ്വരം അതിലുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യത്തെ അനുകൂലിക്കുന്നുണ്ട്. എന്തൊക്കെയാലും ഇതൊക്കെ അതിലൊന്നു മാത്രം. ഞങ്ങളുടെ കൂടെയുണ്ട്. അത് സാരമില്ല, അതൊക്കെ വിട്ടേക്കേ. നീ നിന്റെ ജോലി ഭംഗിയായി തന്നെ ചെയ്തു. അഥവാ നിങ്ങളുടെ സൈന്യം ഞങ്ങളിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ ഹിന്ദുസ്ഥാനിലെ 100 സൈനികരെയെങ്കിലും കൊന്നൊടുക്കും. മാത്രമല്ല, ഞങ്ങളോടൊപ്പം ഹിന്ദുസ്ഥാൻ സൈന്യത്തെ നേരിടാൻ അള്ളാഹുവിൻ്റെ കൃപയും കൂടെ തന്നെ ഉണ്ടാകും. ഇസ്മായിൽ ചാച്ച,